ಮಂಜೇಶ್ವರ ಪರಿಸರದ ಕೃಷಿಕರು ಒಂದಲ್ಲ ಒಂದು ರೀತಿಯ ಸಮಸ್ಯೆಗಳನ್ನು ಎದುರಿಸುತ್ತಿದ್ರು ಸಂಬಂಧಪಟ್ಟ ಅಧಿಕಾರಿಗಳು ಇತ್ತ ಕಡೆ ತಿರುಗಿಯೂ ನೋಡಿಲ್ಲ ಎಂಬ ಆರೋಪ ವ್ಯಾಪಕವಾಗುತ್ತಿದೆ. ಉದ್ಯೋಗ ಖಾತರಿ ಯೋಜನೆಯಡಿಯಲ್ಲಿ ಮಹಿಳೆಯರು ಕೆಲಸಕ್ಕೆ ಹೋಗುತ್ತಿರುವ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಭತ್ತದ ಬೆಳೆಗೆ ಮಹಿಳೆಯರು ಸಿಗುವುದಿಲ್ಲವೆಂದು ಕೃಷಿಕರು ಹೇಳುತ್ತಿದ್ದಾರೆ. 1 ವರ್ಷದಲ್ಲಿ 100 ದಿನದ ಉದ್ಯೋಗ ಖಾತರಿ ಯೋಜನೆಯ ಕೆಲಸ ಸಿಗುತ್ತದೆ. ಆದರೆ ವರ್ಷದ ಮಧ್ಯೆ ಭತ್ತದ ಕೃಷಿ ಮಾಡುವಾಗ ಎನ್ಆರ್ಜಿ ಅಧಿಕಾರಿಗಳು ಇದಕ್ಕೊಂದು ಅವಕಾಶ ಮಾಡಿಕೊಡಬೇಕೆಂದು ಕೃಷಿಕರ ಬೇಡಿಕೆ. മൂരാനായ റെഡി ആയിട്ടിരിക്കുമ്പോഴേക്ക് ഇതിങ്ങനത്തെ വെള്ളം വന്നിട്ട് ഇതെല്ലാം ഇപ്പം നാശമായിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടുന്ന മാതിരി ഇല്ല. ഇനിയിപ്പോൾ ഇത് ഈ ഇല ഭയങ്കര വെള്ളം പോയിക്കൊണ്ടുണ്ട്. ഇത് ഇനി ആറിട്ട് കിട്ടണമെങ്കിൽ 10 ദിവസം എല്ലാം വേണം. അപ്പോൾ കംപ്ലീറ്റ് നാശമായിട്ട് പോകും. പിന്നെ ഈ ഇൻഷുറെല്ലാം ഞങ്ങൾ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഷുർ അടിച്ചെങ്കിൽ ഇപ്പോൾ ഇൻഷുറിൻ്റെ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസമായിട്ട് 3 ദിവസമായി ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നു. ഏത് സൈറ്റ് ഓപ്പൺ ആകുന്നില്ല, അക്ഷയയിൽ വന്നില്ല, വേറെ എവിടെ ആകുന്നില്ല. ചില ആൾക്കാർ ഇൻഷുർ ആക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പം ഞങ്ങൾ ആക്കിയവർക്ക് തന്നെ സൈറ്റ് ഇല്ല, ഓപ്പൺ ഇല്ല. പിന്നെ മറ്റവർക്ക് എങ്ങനെ? ഇനിയിപ്പോൾ അതല്ലാതെ അതെ തൊഴിലുറപ്പിൻ്റെ പണിക്കാർ ആയിട്ട് ഇവിടെ പണിക്കും ആളുമില്ല. തൊഴിലുറപ്പ് പണി പോകുന്നതുകൊണ്ട് ഈ സമയത്തെങ്കിലും കുറച്ചോ നെല്ല് കൃഷിൻ്റെ ഒപ്പെങ്കിലും കുറച്ചോ അവർ ശരിയാക്കിയാൽ നമുക്ക് ആളെ വിടാൻ ഇതാക്കിയെങ്കിൽ നമ്മളെ പണി നടക്കും. ಸೂಕ್ತವಾದ ಸಮಯದಲ್ಲಿ ಕೃಷಿ ಕೊಯ್ಲು ನಡೆಸದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಮಂಜೇಶ್ವರ ಕನಿಲ ಪ್ರದೇಶಗಳ ಗದ್ದೆಗಳಲ್ಲಿ ಕಳೆದ ಕೆಲವು ದಿನಗಳಿಂದ ಸುರಿದ ಮಳೆ ಅವಾಂತರಕ್ಕೆ ರೈತರು ತತ್ತರಿಸಿದ್ದು, ಕೊಯ್ಲಿಗೆ ಬಂದಿದ್ದ ಭತ್ತದ ಬೆಳೆ ಅನಿರೀಕ್ಷಿತವಾಗಿ ಮಳೆಯಿಂದ ಮಣ್ಣು ಪಾಲಾಗಿದೆ. ಎಕರೆಗೆ 40 ಚೀಲ ನಿರೀಕ್ಷೆ ಮಾಡಿದ್ದ ರೈತರಿಗೆ ನಿರಾಸೆ ಕಾರ್ಮೋಡವಾಗಿದ್ದು, ಕಟಾವಿಗೆ ಬಂದಿದ್ದ ಭತ್ತ ಧರೆಗೆ ಉರುಳಿದೆ. ಇನ್ನೇನು ಕೆಲವೇ ದಿನಗಳಲ್ಲಿ ಧರೆಗೆ ಉರುಳಿದ ಭತ್ತ ಮೊಳಕೆಯೊಡೆಯಲಿದೆ. ಮಳೆಯಿಂದಾಗಿ ಪ್ರದೇಶದ ಭತ್ತ ಮಣ್ಣು ಪಾಲಾಗಿದೆ. 2 ದಿನ ಕಳೆದಿದ್ರೆ ರೈತರು ಕೊಯ್ಲು ಮಾಡುತ್ತಿದ್ರು. ಒಟ್ಟಾರೆ ಕೈಗೆ ಬಂದ ತುತ್ತು ಬಾಯಿಗೆ ಬರಲಿಲ್ಲ ಎಂಬುದು ರೈತರ ಸಂಕಟ. ಇನ್ನು ಅಧಿಕಾರಿಗಳೇ ಹಾನಿ ಅಂದಾಜಿಸಿ ಸೂಕ್ತ ಪರಿಹಾರವನ್ನ ನೀಡಿ ರೈತರ ಬದುಕನ್ನ ಹಸನಾಗಿಸಬೇಕಾಗಿದೆ. ഇപ്പോൾ ഒരാഴ്ചയിൽ മഴ പെയ്തതുകൊണ്ട് മൊത്തം എല്ലാ നെല്ലും വെള്ളത്തിലായിരുന്നു. ഇതിപ്പോൾ ഈ കാണുന്ന പാടം ഇത് ഒരാഴ്ച കൊണ്ട് ഈ ഒരു പരിസ്ഥിതിയിലായത്. ഒന്നാമത് വെള്ളത്തിൻ്റെ ഈ മഴൻ്റെ പ്രശ്നം, രണ്ടാമത് അതിനെ മുറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഇവിടുത്തെ മഞ്ചേശ്വരത്ത് ഈ തൊഴിലുറപ്പുകാര ഒരു പ്രശ്നം കൊണ്ട് നമുക്കത് പറ്റുന്നില്ല. ആകെ അവർക്ക് 100 ഒരു കൊല്ലത്തിൽ 100 പണിയുള്ളത്. ആ 100 പണിനെ ഒരു എപ്പോഴും അഡ്ജസ്റ്റ് ആക്കിയിട്ട് പണിയെടുക്കാം. പക്ഷേ അവർ ഞങ്ങൾ കൊയ്യുന്ന സമയത്തും നടുന്ന സമയത്തും ഈ പണിക്ക് വരാണ്ട് അവർ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നു. പഞ്ചായത്തുകാരും ഞങ്ങൾ അവരോട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിൽ അവർ ഏതൊരു നടപടിയും ഇനി എടുക്കുന്നില്ല. അതാണ് നമ്മളിപ്പോൾ നെൽകൃഷി ചെയ്യുന്നവരെ സംഗതി. ഇപ്പോൾ ഇത് യാദവ് എന്ന് പറയുന്നവരെ ഒരു പാടാണ്. ഇതിപ്പോൾ ഇതിൽ കുറഞ്ഞിട്ട് ഒരു 10-20 ക്വിൻ്റൽ നെല്ല് വരുന്ന അങ്ങനത്തത് അതിൽ ഒന്നും കിട്ടില്ല, വൈക്കോളും കൂടെ കിട്ടില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. ചിലവാക്കിയതെല്ലാം വെള്ളത്തിലായി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ ഇനി എന്തായാലും പരിഹാരം നമുക്ക് കണ്ടേ പറ്റൂ. സർക്കാരാവട്ടെ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ കൊല്ലം എല്ലാം കയ്യിൽ നിന്ന് ഉള്ളതെല്ലാം പോകും, ഒരു അരിവും കിട്ടില്ല. സപ്ലൈക്കോക്ക് ഞങ്ങൾ നെല്ല് കൊടുത്തുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ ഒറ്റയ്ക്ക് ഒരു 50 ക്വിൻ്റൽ നെല്ല് സപ്ലൈക്കോക്ക് കൊടുത്തിട്ടുണ്ട്. ഇക്കൊല്ലം അതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം മൊത്തം വയലും അപ്പുറത്ത് കാണുന്ന ആ വയലും അപ്പുറം താഴെയുള്ളത് എല്ലാം മൊത്തം ഇതിങ്ങനെ ഈ വെള്ളം ഇതിപ്പോൾ ഈ പോയിക്കൊണ്ടുള്ള ഈ വെള്ളം ഇനി ഒരു 10 ദിവസം കൊണ്ടൊന്നും ആറില്ല. ഇതിൽ കൃഷിയാക്കിനി ഇപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ വെള്ളത്തിനെങ്ങനെ എടുക്കുന്നിട്ട് അവസ്ഥ അറിയുന്നത്. ആടെല്ലാം മണ്ണിട്ടിട്ട് നിവർത്തിന് കണിയല്ല. ഞങ്ങൾക്ക് ഒന്നാമത്തെ ഇപ്പോൾ വെള്ളം പോണി സ്ഥലമില്ല. ಮಂಜೇಶ್ವರ ತಾಲೂಕು ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಹಲವು ದಿನಗಳಿಂದ ಬೇಸಿಗೆ ಬಿಸಿಲಿಗೆ ಜನ ಹೈರಾಣಾಗಿದ್ದು, ಕಳೆದೆರಡು ದಿನಗಳಿಂದ ರಾತ್ರಿ ಸುರಿದ ಮಳೆ ತಂಪೆರೆದಿದೆ. ಸಂಜೆ ಹೊತ್ತಿಗೆ ಭಾರೀ ಗಾಳಿ ಬೀಸಿತ್ತು. 4 ಹನಿ ಮಳೆ ಬಂದರೂ ನಾಪತ್ತೆಯಾಗಿತ್ತು. ರಾತ್ರಿ 10 ಗಂಟೆಯ ಹೊತ್ತಿಗೆ ಗುಡುಗು ಮಿಂಚು ಜೊತೆಗೆ ಜೋರಾಗಿ ಮಳೆ ಸುರಿಯುತ್ತಿತ್ತು. ಅರ್ಧ ಗಂಟೆಗೂ ಹೆಚ್ಚು ಕಾಲ ಮಳೆ ಬಂದಿತ್ತು.
ಅಡಿಕೆ ತೋಟ ಸಹಿತ ವಿವಿಧ ತೋಟ ಕೃಷಿಗಳಿಗೆ ಮಳೆ ಬಂದಿರುವುದು ಅನುಕೂಲವಾದರೂ ಭತ್ತ ಬೆಳೆಗೆ ಇದರಿಂದ ಹಾನಿ ಉಂಟಾಗಿದೆ. ರೆಹಮಾನುದ್ಯಾವರ ವಿ4 ನ್ಯೂಸ್ ಮಂಜೇಶ್ವರ.